ഹായ് ഫ്രണ്ട്സ്, ഫ്ലാഷ് 15 എന്ന പേരിൽ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. സെക്കൻഡ് വൺ, ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് അറിയപ്പെടുന്നത് ഹെഡ്സ്. ശബ്ദത്തിൻ്റെ തീവ്രതയുടെ അല്ലെങ്കിൽ ഉച്ചതയുടെ യൂണിറ്റ് അറിയപ്പെടുന്നത് ഡെസിബൽ. മനുഷ്യന് ശ്രവിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ആവൃത്തിയാണ് 20 ഹെഡ്സ്. മനുഷ്യന് ശ്രവിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ ആവൃത്തി 20,000 ഹെഡ്സ്. 20 ഹെഡ്സിൽ കുറവുള്ള ശബ്ദതരംഗങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് എന്നാണ്. 20,000 ഹെഡ്സിൽ കൂടുതലുള്ള ശബ്ദതരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് എന്നാണ്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക് എന്നാണ്. ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ഏത് ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റിന് ഡെസിബൽ എന്ന പേര് നൽകിയിട്ടുള്ളത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവിയാണ് വവ്വാൽ. നായ്ക്കളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. താങ്ക് യു.